റെസിപ്പി ആയിട്ടാണ്. ആ റെസിപ്പിയുടെ പേര് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ. സോ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 bowl of sugar, ഒരു 3 ഏലക്ക ചതച്ചത്, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു യെല്ലോ ഫുഡ് കളർ, പിന്നെ മിൽക്ക്, ഗീ, വാട്ടർ, പിന്നെ ഗുലാബ് ജാമുൻ്റെ ഒരു റെഡി മിക്സ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് MTRന്റെ റെഡി മിക്സ് ആണ്. ഇത് വളരെ നല്ല ബ്രാൻഡാണ്. സോ നമുക്ക് അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഓവറായിട്ട് ഒഴിച്ച് കട്ടടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു ബോൾ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ്സ് ഒന്ന് സെറ്റാണ് കവർ ചെയ്ത് വെക്കാം. ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിലെ ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 ചതച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എനിക്ക് ലെമൺ ജ്യൂസിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ഒരു തുള്ളി യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പ് എടുത്ത് തൊട്ട് വെക്കുക. അപ്പോൾ അത് ഒട്ടുന്നതാണത് ഫീൽ ചെയ്ത ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കുറച്ച് ചമ്മൽസ് തുറന്ന് നോക്കാം. വാവ്, ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തു.
ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇത് ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ആ ഷുഗർ സിറപ്പിന് ചെറിയ ചൂടിൽ വേണം അത് ഇട്ട് കൊടുക്കാൻ. നല്ലോണം തിളച്ചിരിക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ചെറിയ ചൂടിൽ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഇടുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാവും. സോ നമ്മൾ 1/2 മണിക്കൂർ ഇത് ഇട്ട് വെക്കണം. മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് കഴിച്ച് നോക്കാം. സൂപ്പർ, യമ്മി.